ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിഷ്കളങ്കതയോടെ കർത്താവിനെ അന്വേഷിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. ഭൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കമന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ, നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇതാ ദൈവമായ കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മെ ദൈവവചനത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുലിഖിതം. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ അങ്ങയുടെ വചനത്തിന്റെ മുമ്പിലിരുന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും തടസ്സങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. ജോലിയുടെ തടസ്സങ്ങൾ, വിവാഹത്തിന്റെ തടസ്സങ്ങൾ, മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ, സ്ഥലം വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ, ദൈവമേ, അനവധി തടസ്സങ്ങളിൽ തകരുന്ന കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. റോമാ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് ഈ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ ഞങ്ങളോട് ദയ തോന്നണമേ. ഒരുപാട് നാളുകളായി തകരുന്ന ഞങ്ങളുടെ കുടുംബത്തോട്, ഒരുപാട് കാലങ്ങളായി വിശ്വാസം മങ്ങിപ്പോയ ഞങ്ങളുടെ അന്തരംഗത്തോട്, ഇത്തിരി കാലങ്ങളായി വിശുദ്ധ കൂദാശകൾ ഉപേക്ഷിച്ച് ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചേരാൻ പറ്റുന്നില്ല, ബൈബിൾ വായിച്ച് മനസ്സിലാക്കി സന്തോഷിക്കാൻ പറ്റുന്നില്ല, ആത്മാവിന്റെ നിത്യനാശത്തിൽ വേദനിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ കരുണ തോന്നണമേ. എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. തഴക്കദോഷങ്ങൾ, മദ്യപാനം, വഴക്ക്, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വയംഭോഗത്തിന്റെയും സ്വർഗഭോഗത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം തിരുലിഖിതം. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42:15. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഓ ദൈവമേ, അവിടുത്തെ വചനം അയക്കണമേ. അവിടുത്തെ കൽപ്പനകൾ പാഞ്ഞു വരട്ടെ. ഓ ദൈവമേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇതാ തലമുറയുള്ള ബന്ധനങ്ങൾ, ശാപങ്ങൾ, കുടുംബത്തിലെ തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്കതയോടെ കർത്താവിനെ അന്വേഷിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1994 അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ച് അട്ടപ്പാടി മലമുകളിലേക്ക് കടന്നു വന്നു. തിയോളജിക്കൽ ക്ലാസ്സുകളിലും ഫിലോസഫി കാലഘട്ടത്തിലും ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്ത ബുദ്ധിയുടെ ഒരു ഹുങ്കാരത്തോടു കൂടെയാണ് ഓരോ കാര്യങ്ങളെയും ആ കാലഘട്ടത്തിൽ ഞാൻ സമീപിച്ചിരുന്നത്. എന്നാൽ അന്ന് ഞാൻ ദൈവത്തെ അറിയാൻ വേണ്ടി എത്രമാത്രം തലകുത്തി മറിഞ്ഞോ അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടു എന്നല്ലാതെ എൻ്റെ ദൈവത്തിൻ്റെ അനുഭവം എന്നിൽ നിന്നും അകന്നു മാറി നിന്നു. കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ യുക്തി കൊണ്ടും എൻ്റെ ഊക്കുകൊണ്ടും എൻ്റെ കർത്താവിനെ അന്വേഷിക്കാൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു.
എന്നാൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അനേകരുടെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ബുദ്ധിയുള്ള ആശ്രയം വിട്ടുമാറി എൻ്റെ ദൈവത്തെ എൻ്റെ ഹൃദയം കൊണ്ട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി. അതിന് ഒന്നും കൂടെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് 2010 ജനുവരി മാസം 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിലുണ്ടായത്. 2010 ജനുവരി മാസം 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ആദ്യ വെള്ളിയുടെ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ താവളം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് 5-8 കിലോമീറ്റർ അകലെ ചെമ്മണ്ണൂർ പ്രദേശത്ത് ഒരു ആശാരിയുടെ കുടുംബം. ആ ആശാരിയുടെ വിഷമം ഇതാണ്. വളരെ നാളുകളായി ഉദരത്തിൽ രോഗം ബാധിച്ച് എന്താണ് രോഗമെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ ആ കുടുംബം ക്ലേശിക്കുകയാണ്. ഒരു 5-8 ദിവസങ്ങളായി വയറങ്ങോട്ട് വീർത്തിട്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല. അതുപോലെ ഈ ചങ്കിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വയറ് വീർത്തിരിക്കുകയാണ്. അങ്ങനെ കഴുത്ത് മുകളിലേക്ക് നോക്കി വീട്ടിലിരിക്കുന്ന സമയത്താണ് അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയുടെ തത്സമയ സംപ്രേഷണം മൂൺ TV-യിലൂടെ അട്ടപ്പാടിയിലുള്ള ഈ ചേട്ടൻ്റെ, ഈ ആശാരി സഹോദരൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നത്. അദ്ദേഹം ഇങ്ങനെ TV-യിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിരവധി വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത ഉണർന്നു. അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിന് എൻ്റെ ഈ രോഗം ക്ഷണനേരം കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സല്ല യേശുവിനോടുള്ള ദാഹം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം യേശുവെ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് ടെലിവിഷനിലൂടെ ഇതാ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ഉദരത്തിൽ രോഗമുള്ള നിരവധി വ്യക്തികളുടെ മേൽ കർത്താവിന് ശക്തി വ്യാപരിക്കുന്നു എന്ന് ഒരു അനൗൺസ്മെന്റ് TV-യിലൂടെ ആ സഹോദരൻ കേട്ടു. ക്ഷണനേരം കൊണ്ട് യേശുവേ എന്ന് ആ സഹോദരൻ വിളിച്ചതും നോക്കുമ്പോൾ വീർത്തിരുന്ന വയറ് ചുങ്ങി സാധാരണ വയറായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ സഹോദരൻ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ഓടി പിറ്റേ ദിവസം സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് ഈ ഒരു അത്ഭുത വാർത്തയെ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യപ്പെടുത്തി. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എത്രയോ ആളുകൾ വചനം കേട്ട് ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് ടെലിവിഷനിലൂടെ അന്ന് കണ്ട്, എന്നാൽ ഈ ആശാരി സഹോദരന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത, യേശുവിന്റെ നാമത്തിൽ നിരവധി പേർ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ ഈ ആശാരി സഹോദരൻ പറഞ്ഞു, 2000 വർഷം മുമ്പ് യേശുനാഥൻ, യേശു ഭഗവാൻ നടന്ന് പ്രവർത്തിച്ച അതേ പ്രവർത്തനം തന്നെയല്ലേ ഇപ്പോൾ ഞാൻ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ചു. ക്ഷണം നേരം കൊണ്ട് വീർത്തിരുന്ന വയറ് ആശാരിയുടെ വീട്ടിലിരുന്ന് അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് യേശുവിന്റെ സ്പർശനം അദ്ദേഹത്തിന് ലഭിച്ച്. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിശ്വസിച്ച് യേശു ഈ ഒരു വ്യക്തിയാണെന്നും എൻ്റെ യേശു ഞാൻ വിളിക്കും എൻ്റെ അടുത്ത് വരുമെന്നും ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അപ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ മറ്റൊരു വ്യക്തിയുടെ അനുഭവം പറയാം. 2010 ജനുവരി മാസം 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഒരു ചേട്ടൻ പറഞ്ഞൊരു അനുഭവമാണ്. ആ ചേട്ടൻ 19 വർഷമായി ആ ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു നാൾ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വരുന്നത്. അപ്പോൾ നിരവധി വ്യക്തികളുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അദ്ദേഹം കണ്ടു. പെട്ടെന്ന് അദ്ദേഹത്തിന് നിഷ്കളങ്കത ഉണർന്നു, വിശ്വാസം വർദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, യേശുവേ 19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് മക്കളില്ല, അങ്ങയുടെ ദാനമാണ് മക്കള്, ഒരു ദാനം എനിക്ക് തന്നാലും തിരക്കടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് യേശുവിന്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വാവച്ചൻ, അങ്കമാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളിലായിരുന്നു. ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു. അവസാനം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ അനുജൻ ഇവിടെ ഒരാഴ്ച ധ്യാനം കൂടുകയും എല്ലാ മാസാദി വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ചെയ്യും. അവൻ്റെ കൂടെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യമായി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസത്തോടുകൂടി ഞാൻ ഇങ്ങനെ പറഞ്ഞു, മക്കളെ ദാനമായി നൽകുന്നവനെ എനിക്കും ഒരു കുഞ്ഞിനെ ദാനമായി നൽകിയാൽ ഞാൻ ഇവിടെ സാക്ഷ്യം വഹിച്ചോളാം എന്ന് പറഞ്ഞു.
വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ തമ്പുരാൻ കഴിഞ്ഞ ഒക്ടോബർ 28 എനിക്കൊരു ആൺകുഞ്ഞിനെ സമ്മാനമായി തന്നു. നോക്കുക സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആ ഉള്ളിലെ നിഷ്കളങ്കത കൊണ്ട് അദ്ദേഹം ആ നിഷ്കളങ്കത ഏറ്റു പറഞ്ഞു. ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവിക ശക്തി വ്യാപരിക്കുകയാണ്. ഇന്നൊരു ആൺകുട്ടി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ച് വളരുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ആ ശുശ്രൂഷ എത്രയോ പേര് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ നിഷ്കളങ്കതയോടെ യേശുവിനെ സ്വീകരിച്ചവർക്ക് യേശുവിന് അനുഭവം ഉണ്ടായി. അന്ന് ബെത്ലഹേമിൽ യേശു ജനിച്ചിരുന്ന സമയത്തും അത് തന്നെയല്ലേ സംഭവിച്ചത്? ബുദ്ധിയുടെ അഹങ്കാരത്തിലിരുന്ന് ഒരുപാട് പണ്ഡിതന്മാരും വീരന്മാരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്ക് യേശുവിനെ ആരാധിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകാൻ പറ്റിയില്ല. എന്നാൽ ജ്ഞാനികൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന് അവൻ ബെത്ലഹേമിൽ ജെറുസലേമിൽ വന്ന് ചോദിച്ചു, യൂതന്മാരുടെ രാജാവ്, ഇസ്രായേലിന്റെ രാജാവ് എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? അപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർക്ക് കൃത്യം അറിയാമായിരുന്നു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. കാരണം കൃത്യം വചനങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ യേശുവിനെ ആരാധിക്കുകയോ യേശുവിന്റെ അനുഭവത്തിലേക്ക് വരിക ചെയ്തില്ല. കാരണം ഹൃദയത്തിന്റെ ഒരു കാഠിന്യം അവരെ ബന്ധിച്ചിട്ടിരുന്നു. എന്നാൽ ഈ ജ്ഞാനികൾ വന്ന് യേശുവിനെ ആരാധിച്ച് ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ പണ്ഡിതന്മാർക്ക് ആർക്കും യേശുവിനെ ആരാധിക്കാൻ പറ്റിയില്ല. ആ പണ്ഡിത വീരന്മാരൊന്നും യേശുവിന്റെ രക്ഷയുടെ അനുഭവം കൊണ്ട് സന്തോഷിക്കേണ്ട വന്നില്ല. കാരണം എന്താ? കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്, അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ബുദ്ധിശാലികളെ അവരുടെ ആലോചനകളിൽ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അവർ ബുദ്ധിയിൽ ആശ്രയിച്ചു, ബുദ്ധി കൊണ്ട് നോക്കി, ബുദ്ധി കൊണ്ട് കണ്ടു, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു. അവർ കുടുങ്ങിക്കടന്നു. ദൈവത്തെ ആരാധിക്കാൻ പറ്റിയില്ല. എന്നാൽ ശിശു സഹജമായ നിഷ്കളങ്കതയോടെ പൗരസ്ത്യ ദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് രാത്രികാലവും പകൽകാലവും ഒരുപാട് വേദന സഹിച്ച് ദൂരങ്ങൾ താണ്ടി കടന്നു വന്ന ആ നിഷ്കളങ്ക ജ്ഞാനികള് അവർ യേശുവിനെ ആരാധിച്ച് യേശുവിന്റെ അനുഭവം കൊണ്ട് മടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യം വചനം പഠിപ്പിങ്ങനെയാണ്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യം, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തമായും നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും അവിടുന്ന് പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അവിടുന്ന് പെരുമാറുന്നു. സങ്കീർത്തനം 18:25. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തമായി പെരുമാറുന്നു, നിഷ്കളങ്കനോട് അവിടെ നിഷ്കളങ്കമായി പെരുമാറുന്നു, നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അവിടുന്ന് പെരുമാറുന്നു. ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിന് നിഷ്കളങ്കതയിൽ യേശുവിനെ സ്വീകരിച്ചാൽ അവിടെ അത്ഭുതമുണ്ട്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ 2010 ജനുവരി മാസം 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച മറ്റൊരു സഹോദരൻ പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം തൃശ്ശൂർ നാട്ടില് ഒരുപാട് തരത്തിലുള്ള അശ്ലീലവും ബ്ലൂ ഫിലിം കണ്ടും, ബ്ലൂ ഫിലിം കിട്ടുന്നത് മൊബൈൽ ഫോൺ വഴി മറ്റുള്ളവർക്ക് ബ്ലൂ ഫിലിം കൊടുത്തും, അങ്ങനെ മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡിൽ ബ്ലൂ ഫിലിം സൂക്ഷിച്ചും ഒക്കെ അങ്ങനെ നടന്നിരുന്നൊരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാൾ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ വന്ന് ആദ്യ വെള്ളിയാഴ്ച യേശുവിനെ ആരാധിച്ചത്. അങ്ങനെ യേശുവിനെ ആരാധിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ജഡിക പാപത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ബ്ലൂ ഫിലിമിന്റെയും ദുർവൃത്തിയുടെയും അശ്ലീലത്തിന്റെയും ശക്തികളെയും സ്വാധീനങ്ങളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെട്ടു. ആ ക്ഷണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കത ഉണർന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് ഇപ്പൊ തൊട്ട് എല്ലാ അശ്ലീലം ഉപേക്ഷിക്കുന്നു, എല്ലാ തരത്തിലുള്ള മ്ലേച്ഛത ഉപേക്ഷിക്കുന്നു, ബ്ലൂ ഫിലിം ഇനി കാണുകയില്ല, എൻ്റെ ഫോൺ ഉപയോഗിച്ച് ബ്ലൂ ഫിലിം ആർക്ക് ഞാൻ ഇനി പാസ് ചെയ്ത് കൊടുക്കുകയില്ല. അദ്ദേഹത്തിന്റെ ആ ഫോണിലുണ്ടായിരുന്ന ആ ബ്ലൂ ഫിലിമിന്റെ എല്ലാ തരത്തിലുള്ള രംഗങ്ങളും അപ്പോൾ തന്നെ അദ്ദേഹം കൈകൊണ്ട് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഫോണിന്റെ മെമ്മറി കാർഡ് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ആ മെമ്മറി കാർഡിൽ പലതരത്തിലുള്ള ബ്ലൂ ഫിലിമിന്റെ രംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വീട്ടിലെടുത്ത് ഭദ്രമായി ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിലവിലുണ്ടായിരുന്ന ഫോൺ എടുത്തിട്ട് ആ ഫോണിലുള്ളത് അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് യേശുവിന് വാക്ക് കൊടുത്തു, യേശുവേ, ഇനി ഞാൻ അശ്ലീലങ്ങൾ കാണുകയില്ല, അശ്ലീല രംഗങ്ങൾ മൊബൈൽ ഫോൺ വഴി ആർക്കും പകർന്നു കൊടുക്കുകയില്ല. അപ്പോൾ അൾത്താരയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സ്വരം കേൾക്കുകയാണ്, ഇതാ ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാ മ്ലേച്ഛതയും അശുദ്ധിയും ബ്ലൂ ഫിലിം കാണുന്നതിന്റെ അടിമത്തങ്ങളും ആ സ്വാധീനം വിട്ടുപോട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. അദ്ദേഹം
ആ സന്നിധിയിൽ കർത്താവിനെ ആരാധിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്താണ്? ഈ മെമ്മറി കാർഡ് എടുത്ത് ഫോണിലിട്ട് നോക്കുമ്പോൾ ആ മെമ്മറി കാർഡിലുണ്ടായിരുന്ന അശ്ലീല രംഗങ്ങളെല്ലാം ഡിലീറ്റഡ് ആയി പോയിരിക്കുന്നതാണ് അദ്ദേഹം കണ്ട കാഴ്ച. നോക്കുക സഹോദരങ്ങളെ, നിഷ്കളങ്കതയോടെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എത്രയോ വലിയ അത്ഭുതമാണ് യേശുവിന്റെ നാമത്തിൽ അവിടെ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് വ്യക്തമായി കൊടുക്കുന്ന പ്രബോധനം വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിനെ നിഷ്കളങ്കതയോടെ അന്വേഷിക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് 1 മുതലുള്ള വാക്യങ്ങൾ: ഭൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കമന്യേ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിഷ്കളങ്കതയോടെ കർത്താവിനെ തേടുവിൻ. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. കുടില ബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 3-ാം തിരുലിഖിതം: കുടില ബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഹൃദയത്തിന്റെ കഠിനമായ അവസ്ഥകളിലേക്ക് അവിടുത്തെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ സാവൂൾ ആയിരുന്ന കാലത്ത് ഗമാലിയലിന്റെ പാദങ്ങളിൽ നിന്ന് ഒരുപാട് ജ്ഞാനം കരസ്ഥമാക്കി വലിയ ജ്ഞാനിയായിരുന്ന സാവൂൾ യേശു അനുഭവങ്ങൾ നിറഞ്ഞ് യേശുവിന് ഇടപെടലുണ്ടായപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എളിമപ്പെട്ട് ഹൃദയത്തിന്റെ വലിയ ഭാവം മാറ്റിവെച്ച് ഹൃദയത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈ ലോകത്തിന്റെ അറിവെല്ലാം ചപ്പും ചവറും പോലെ ഉച്ചിഷ്ടം പോലെ കണക്കാക്കിയിട്ട് ഹൃദയ നിഷ്കളങ്കതയോടെ അങ്ങേ അന്വേഷിച്ചപ്പോൾ ദൈവാനുഭവത്തിന്റെ പൂർണ്ണത കൊണ്ട് പൗലോസിനെ അവിടെ നിറച്ചല്ലോ കർത്താവേ. ഇതാ ഞങ്ങളും ഞങ്ങളുടെ ബുദ്ധി കഴിവെല്ലാം പൗലോസിനെ പോലെ അങ്ങയുടെ കാലുകളിലേക്ക് വെക്കുകയാണ്. ഞങ്ങളുടെ ഈ ബുദ്ധിയിലേക്ക് അങ്ങയുടെ ആത്മാവിന്റെ പ്രകാശം നിറഞ്ഞ് നിഷ്കളങ്ക കൊണ്ട് നിറഞ്ഞ് ദൈവാനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന അഹങ്കാരം, താൻ പോരിമഭാവം, മാത്സര്യം, ഭിന്നത, എല്ലാ തരത്തിലുള്ള ലോകത്തിന്റെ എല്ലാ അഹന്തയും ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിന്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ രോഗികൾ തങ്ങളുടെ രോഗപീഡിതമായ ശരീരത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗമുള്ള മേഖലകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് പ്രവഹിക്കുകയാണ്. ക്യാൻസർ രോഗങ്ങളുള്ളവർ ആ രോഗബാധിത മേഖലയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെക്കുക. കുഞ്ഞുങ്ങൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുലിഖിതം: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഇപ്പോൾ പലതരത്തിലുള്ള അസ്ഥി സംബന്ധമായ പീഡകളാൽ ഞെരുങ്ങുന്നവർ ആ അസ്ഥി വേദനയിലേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ദൈവജനം മുഴുവൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, രോഗികളുടെ നാഥനായ കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ നാമം ഇപ്പോൾ ഓരോ രോഗികളുടെ മേലും നിറയട്ടെ. രോഗത്തിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി നിറയട്ടെ. മാറാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പകർച്ചവ്യാധികൾ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓ ദൈവമേ, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത രോഗവും അതിൻ്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗങ്ങൾ സൗഖ്യപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും അരൂപികളുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തിന്മയുടെയും അന്ധകാരത്തിന്റെയും അരൂപികൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഒലവക്കോട് പാലക്കാട്ടിൽ നിന്നും വരുന്നു. ഒലവക്കോട് റെയിൽവേ കോളനിയിൽ നിന്നാണ് ദയാനന്ദൻ എന്ന എളിയ മകൻ വരുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു വയറുവേദനയും ഇടുപ്പ് വേദനയും ഉണ്ടായി. അതിനോടനുബന്ധിച്ച് ഞാൻ ഒലവക്കോടുള്ള സായി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വേദന സഹിக்க വയ്യാതെ സ്കാൻ ചെയ്യേണ്ടി വന്നു. സ്കാൻ ചെയ്യുന്നതിലൂടെ എൻ്റെ കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉള്ളതായി കാണപ്പെട്ടു. കിഡ്നിയിൽ മാത്രമല്ല, യൂറിൻ ബ്ലാഡറിലും ഒരു കല്ലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് മരുന്നുകളെല്ലാം തരുകയും ചെയ്തു. പക്ഷേ 4 ദിവസത്തിന് ശേഷം ചെറിയൊരു വേദനയെല്ലാം മാറിയതോടുകൂടി ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. പക്ഷേ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ 17ാമത്തെ 1-ാം വെള്ളിയാഴ്ചയാണ് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത്. 17ാമത്തെ ആദ്യ വെള്ളിയാണ് ദയാനന്ദൻ ഇവിടെ വരുന്നത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 2 മാസം തുടർച്ചയായി ഞാൻ ഇവിടെ ധ്യാനം കൂടിയതിൽ ഇവിടെ അച്ഛൻ പറയുകയുണ്ടായി, കിഡ്നിയിൽ സ്റ്റോൺ സംബന്ധമായ ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന്. ആ നിമിഷം ഞാൻ എൻ്റെ മനസ്സിലൂടെ ഞാൻ വിചാരിച്ചു അത് ഞാനായിരിക്കണം എന്ന് ഞാൻ ഓർത്തു. പക്ഷേ പ്രത്യേക നിയോഗം വെച്ചൊന്നും ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടായി. ഉടനെ തന്നെ ഞാൻ നവംബർ മാസത്തിൽ ഞാൻ പോയിട്ട് വീണ്ടും സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തതിലൂടെ സ്റ്റോൺ പൂർണ്ണമായി മാറിയിരിക്കുന്നെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ദയാനന്ദൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ നോക്കി വെരിഫൈ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണിത്. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ 1.5 വർഷം സഹോദരൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു എന്നാണ് പറയണത്. 17ാമത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. ഒരു ആദ്യ വെള്ളിയാഴ്ച സെപ്റ്റംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച, ആ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു മെസ്സേജ്, ആ മെസ്സേജ് മൈക്കിൽ കൂടെ പറഞ്ഞു. അതിതാണ്: കിഡ്നി സംബന്ധമായ വേദന അനുഭവിക്കുന്ന രോഗമുള്ള 2 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. ഉടനെ തന്നെ ദയാനന്ദൻ്റെ ഉള്ളിൽ തോന്നുകയാണ് അതിൽ ഒരാൾ ഞാൻ തന്നെ ആയിരിക്കണം. വേറെ പ്രാർത്ഥനയൊന്നും ചെയ്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ദൈവം ചെയ്തപ്പോൾ ദയാനന്ദൻ യേശുവിൻ്റെ നാമത്തിൽ ഒരെണ്ണം ഏറ്റെടുത്തു. ഹല്ലേലൂയ. പിന്നെ നവംബറിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റോണും ഇല്ല, പരിപാടിയില്ല, ഒന്നുമില്ല, എല്ലാം ക്ലിയർ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. സന്തോഷത്തോടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.